IC38 എക്സാം വിന്നർ. ലൈഫ് ഇൻഷുറൻസ് ഏജൻറ്റ്സ് ലൈസൻസിങ് എക്സാമിനുള്ള IC38ൻ്റെ ഒരു പ്രാക്ടീസ് സെഷനാണിത്. ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈസൻസിങ്ങിന് ഒരു പാസിംഗ് ഫോർമുല. IC38 എക്സാം വിന്നർ പ്രാക്ടീസ് സെഷൻ 3 വീഡിയോ സീരീസുകളാണ്. സീരീസ് 1, സീരീസ് 2 ആൻഡ് സീരീസ് 3. സീരീസ് 1. IC38 എക്സാമിൻ്റെ വിശദാംശങ്ങളൊന്ന് നോക്കാം. 1 മണിക്കൂർ നീളുന്ന 50 ചോദ്യങ്ങളുടെ പരീക്ഷയാണ്. ഓരോ മാർക്ക് വീതമുള്ള ചോദ്യങ്ങൾക്ക് ആകെ മാർക്ക് 50. അതിൽ 18 മാർക്ക് നേടിയാൽ നിങ്ങൾ ഇൻഷുറൻസ് ലൈസൻസിന് അർഹത നേടും. IC38 എക്സാമിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. സെക്ഷൻ 1 കോമൺ സെക്ഷൻ. ചാപ്റ്റർ 1 ഇൻഷുറൻസിന് ആമുഖം. ചാപ്റ്റർ 2 ഉപഭോക്തൃ സേവനം. ചാപ്റ്റർ 3 അന്യായ പരിഹാര മാർഗം. ചാപ്റ്റർ 4 ഇൻഷുറൻസ് ഏജൻറ്റ് റെഗുലേറ്ററി വശങ്ങൾ. ചാപ്റ്റർ 5 ഇൻഷുറൻസിൻ്റെ നിയമപരമായ ഘടകങ്ങൾ. ഇങ്ങനെ 5 ചാപ്റ്ററുകളാണ് സെക്ഷൻ 1 കോമൺ സെക്ഷനിലുള്ളത്. ഈ സെക്ഷനിൽ നിന്ന് ഏകദേശം 15 മുതൽ 20 വരെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. അടുത്ത സെക്ഷൻ 2 ലൈഫ് ഇൻഷുറൻസ് സെക്ഷൻ. ചാപ്റ്റർ 6 ഇൻഷുറൻസിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു. ചാപ്റ്റർ 7 സാമ്പത്തിക ആസൂത്രണം. ചാപ്റ്റർ 8 ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ 1. ചാപ്റ്റർ 9 ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ 2. ചാപ്റ്റർ 10 ലൈഫ് ഇൻഷുറൻസ് പ്രയോഗങ്ങൾ. ചാപ്റ്റർ 11 ഇൻഷുറൻസ് വിലയിടലും മൂല്യനിർണ്ണയവും. ചാപ്റ്റർ 12 ഡോക്യുമെൻറ്റേഷൻ പ്രപ്പോസൽ ഘട്ടം. ചാപ്റ്റർ 13 ഡോക്യുമെൻറ്റേഷൻ പോളിസി വ്യവസ്ഥകൾ 1. ചാപ്റ്റർ 14 ഡോക്യുമെൻറ്റേഷൻ പോളിസി വ്യവസ്ഥകൾ 2. ചാപ്റ്റർ 15 അണ്ടർ റൈറ്റിംഗ്. ആൻഡ് ചാപ്റ്റർ 16 ഇൻഷുറൻസ് പോളിസിയിലെ പേയ്മെൻറ്റ്സ്. ഇങ്ങനെ 6 മുതൽ 16 വരെ വരുന്ന 11 ചാപ്റ്ററുകളാണ് സെക്ഷൻ 2 ലൈഫ് ഇൻഷുറൻസ് സെക്ഷനിലുള്ളത്. ഈ സെക്ഷനിൽ ഏകദേശം 20 മുതൽ 25 വരെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സെക്ഷൻ 3 ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷൻ. ചാപ്റ്റർ 17 ആരോഗ്യ ഇൻഷുറൻസിന് ആമുഖം. ചാപ്റ്റർ 18 ആരോഗ്യ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റേഷൻ. ചാപ്റ്റർ 19 ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ. ചാപ്റ്റർ 20 ആരോഗ്യ ഇൻഷുറൻസ് അണ്ടർ റൈറ്റിംഗ്. ആൻഡ് ചാപ്റ്റർ 21 ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾ. ഇങ്ങനെ 5 ചാപ്റ്ററുകളാണ് സെക്ഷൻ 3 ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷനിലുള്ളത്. അങ്ങനെ ആകെ 21 ചാപ്റ്റേഴ്സ്. ഈ സെക്ഷൻ 3യിൽ നിന്ന് ഏകദേശം 10 മുതൽ 15 വരെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. ചോദ്യങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. IC38 സിലബസ് ഷോർട്ട് നോട്ട് വിത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. കഴിഞ്ഞ 2.5 വർഷത്തിലേറെയായി ഒട്ടുമിക്ക കമ്പനികളും അവരുടെ അഡ്വൈസേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ബുക്ക് ഒരു തികഞ്ഞ പരീക്ഷാ സഹായിയാണ്. ബുക്ക് വായനയ്ക്ക് ശേഷം ഈ പ്രാക്ടീസ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദം. കാരണം ഇൻഷുറൻസ് കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും ഭാവിയിൽ ഉപയോഗപ്പെടുത്താനും ബുക്ക് വായനയ്ക്ക് പകരമാവില്ല ഈ പ്രാക്ടീസ് സെഷൻ എന്ന് പ്രത്യേകം സൂചിപ്പിക്കട്ടെ. IC38 എക്സാം വിന്നർ സീരീസ് 1. ഇവിടെ നമ്മൾ സെക്ഷൻ 1ലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ സെക്ഷൻ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പേപ്പറിൽ 1 മുതൽ 85 വരെ നമ്പർ എഴുതി വെക്കുക. ഓരോ ചോദ്യവും അതിൻ്റെ ഓപ്ഷനും കണ്ടു കഴിഞ്ഞാൽ 2-3 സെക്കൻഡ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങളുടെ ഉത്തരം A, B, C അല്ലെങ്കിൽ D ആ ചോദ്യ നമ്പർ നേരെ എഴുതുക. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക. അവസാനം ശരിയാവാതെ പോയ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ വീണ്ടും കാണുക. നോക്കാം. ചോദ്യം നമ്പർ 1. ഇന്ന് നിലവിലുള്ള ആധുനിക വാണിജ്യ ഇൻഷുറൻസിൻ്റെ ഉറവിടം ഏതാണ്? ഓപ്ഷൻ A റോഡ്സ്. ഓപ്ഷൻ B ലണ്ടനിലെ ലോയ്ഡ്സ് കോഫി ഹൗസ്. ഓപ്ഷൻ C റിഫോംസ് കമ്മിറ്റി. ഓപ്ഷൻ D അമിക്കബിൾ സൊസൈറ്റി. ഇന്ന് നിലവിലുള്ള ആധുനിക വാണിജ്യ ഇൻഷുറൻസിൻ്റെ ഉറവിടം. ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ B ലണ്ടനിലെ ലോയ്ഡ്സ് കോഫി ഹൗസ്. ചോദ്യം നമ്പർ 2. ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയെ നിയന്ത്രിക്കുന്ന സംഘടന ഏതാണ്? ഓപ്ഷൻ A ഇൻഷുറൻസ് കൗൺസിൽ. ഓപ്ഷൻ B IRDA. ഓപ്ഷൻ C ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഓപ്ഷൻ D റിസർവ് ബാങ്ക്.
ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയെ നിയന്ത്രിക്കുന്ന സംഘടന. ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി IRDA. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇൻഷുറൻസ് മേഖലയെ നിയന്ത്രിക്കുന്നത്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പോലെ IRDA ആണ് ഇൻഷുറൻസ് മേഖല മൊത്തമായിട്ട് നിയന്ത്രിക്കുന്നത്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ 3. ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരിച്ച വർഷം. ഓപ്ഷൻ എ 1950 ഏപ്രിൽ 1, ബി 1953 സെപ്റ്റംബർ 1, സി 1956 സെപ്റ്റംബർ 1, ഡി 1938 ജനുവരി 1. ഉത്തരം ഓപ്ഷൻ സി 1956 സെപ്റ്റംബർ 1. അടുത്ത ചോദ്യം നമ്പർ 4. ചില സംഭവങ്ങൾ മൂലം ഒരു വസ്തുവിന് അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടേക്കാമെന്ന അനിശ്ചിതത്വമാണ് ഡാഷ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ്: റിസ്ക്, ബി ഹസാർഡ്, സി പെരിൽസ്, ഡി മുകളിൽ കൊടുത്തിരിക്കുന്നവ ഒന്നുമല്ല. റിസ്ക്, ഹസാർഡ്, പെരിൽസ് ഒന്നുമല്ല. ചില സംഭവങ്ങൾ മൂലം ഒരു വസ്തുവിന് അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടേക്കാമെന്ന അനിശ്ചിതത്വമാണ് റിസ്ക് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സെക്കൻഡറി റിസ്ക് ബാധ്യത? ഓപ്ഷൻ എ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നാശനഷ്ടത്തെ നേരിടുന്നതിനായി കരുതൽ ധനം സൃഷ്ടിക്കുന്നത്. ഓപ്ഷൻ ബി ബിസിനസ് നഷ്ടം. ഓപ്ഷൻ സി വീട്ടുപകരണങ്ങളുടെ റിപ്പയർ ചെലവ്. ഓപ്ഷൻ ഡി ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള ആശുപത്രി ചെലവ്. ഏതാണ് സെക്കൻഡറി റിസ്ക് ബാധ്യത? സെക്കൻഡറി റിസ്ക് ഉണ്ട്, പ്രൈമറി റിസ്ക് ഉണ്ട്. ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നാശനഷ്ടത്തെ നേരിടുന്നതിനായി കരുതൽ ധനം സൃഷ്ടിക്കുന്നതാണ് സെക്കൻഡറി റിസ്ക് ബാധ്യതയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമ്പർ 6. താഴെ പറയുന്നവയിൽ റിസ്കുകൾ കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനമാണ് ഡാഷ്. ഓപ്ഷൻ എ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ഇൻഷുറൻസ്, ഓപ്ഷൻ സി ഇക്വിറ്റി ഷെയർ, ഓപ്ഷൻ ഡി പ്രൊവിഡൻറ്റ് ഫണ്ട്. റിസ്കുകൾ കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനം. ആൻസർ ശ്രദ്ധിക്കുക. ബി ഇൻഷുറൻസ്. ഇൻഷുറൻസിലൂടെയാണ് റിസ്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അങ്ങനെ റിസ്ക് കൈമാറ്റം ചെയ്യുക വഴി പരിരക്ഷ അല്ലെങ്കിൽ സുരക്ഷിതത്വം നേടുന്നൊരു സംവിധാനമാണ് ഇൻഷുറൻസ്. അടുത്ത ചോദ്യം 7. താഴെ പറയുന്ന ഏതവസ്ഥയിലാണ് ഇൻഷുറൻസ് അനിവാര്യമാകുന്നത്? ഓപ്ഷൻ എ വീടിൻ്റെ സാധാരണ കേടുപാടുകൾ മൂലമുള്ള നഷ്ടം, ഒരാളുടെ പേഴ്സ് നഷ്ടപ്പെടുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുമുള്ള നഷ്ടം, കുടുംബനാഥൻ്റെ അപ്രതീക്ഷിത മരണം മൂലമുള്ള സാമ്പത്തിക നഷ്ടം. ഇതിലേതിലാണ് ഇൻഷുറൻസ് അനിവാര്യമാകുന്നത്? ഉത്തരം ശ്രദ്ധിക്കണം. ഓപ്ഷൻ ഡി കുടുംബനാഥൻ്റെ അപ്രതീക്ഷിത മരണം മൂലമുള്ള സാമ്പത്തിക നഷ്ടം. അത്തരം സാമ്പത്തിക നഷ്ടത്തിനുള്ള പരിരക്ഷ എന്നുള്ള രീതിയിലാണ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുക. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 8. സർക്കാർ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഇൻഷുറർ തന്നെ നടത്തുന്ന, അതായത് ഇൻഷുറൻസ് കമ്പനി തന്നെ നടത്തുന്ന ഇൻഷുറൻസ് സ്കീമാണ് ഡാഷ്. ഓപ്ഷൻ എ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ബീമാ യോജന, ജൻ ആരോഗ്യ, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിലേതാണ് സർക്കാർ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഇൻഷുറർ മാത്രമായിട്ട് നടത്തുന്ന സ്കീമുകൾ? ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി ജൻ ആരോഗ്യ. അടുത്ത ചോദ്യം നമ്പർ 9. റിസ്ക് പൂളിംഗ് വഴി റിസ്ക് കൈമാറ്റം ചെയ്യുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് റെഗുലേഷൻ, സെൽഫ് ഇൻഷുറൻസ്, റിസ്ക് റിഡക്ഷൻ. ഇൻഷുറൻസ് റിസ്ക് പൂളിംഗ് വഴി റിസ്ക് കൈമാറ്റം ചെയ്യുന്നത്. ഉത്തരം ശ്രദ്ധിക്കാം. ഇൻഷുറൻസ് റിസ്ക് കൈമാറ്റം ചെയ്യുന്നത് റിസ്ക് പൂളിംഗ് വഴിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. വീടുകളിലും ഓഫീസുകളിലും ഫയർ അലാം പോലുള്ള മുൻകരുതലുകൾ സ്ഥാപിച്ച് റിസ്കിൻ്റെ ബാധ്യതകൾ കുറക്കുന്ന രീതിയാണ് ഡാഷ് എന്ന് പറയാം. ഓപ്ഷൻ 1 റിസ്ക് ഒഴിവാക്കൽ,
ഓപ്ഷൻ ബി സെക്കൻഡറി റിസ്ക് ബാധ്യത, ഓപ്ഷൻ സി റിസ്ക് നിലനിർത്തുക, ഓപ്ഷൻ ഡി റിസ്കിൻ്റെ തോത് കുറക്കുന്നവ. വീടുകളിലും ഓഫീസുകളിലും ഫയർ അലാം പോലുള്ള മുൻകരുതലുകൾ സ്ഥാപിച്ച് റിസ്കിൻ്റെ സാധ്യതകൾ കുറക്കുന്ന ആ രീതിയാണ് എന്ത് പറയുന്നത്, റിസ്കിൻ്റെ തോത് കുറക്കുന്ന സംവിധാനങ്ങൾ എന്ന് പറയാം. റിസ്ക് നിലനിർത്തലല്ല, റിസ്കിൻ്റെ സെക്കൻഡറി ബാധ്യതയല്ല. ഓപ്ഷൻ എയിൽ പറഞ്ഞ പോലെ റിസ്ക് ഒഴിവാക്കാനും പറ്റില്ല. റിസ്കിൻ്റെ തോത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ പറഞ്ഞവ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 11. നാശനഷ്ടമുണ്ടാകുമ്പോൾ സ്വന്തം പണം ഉപയോഗിച്ച് നേരിടുന്ന രീതിയാണ് ഡാഷ്. ഓപ്ഷൻ എ റിസ്ക് ഒഴിവാക്കൽ, സെൽഫ് ഇൻഷുറൻസ്, ഓപ്ഷൻ സി ഇൻഷുറൻസ്, ഓപ്ഷൻ ഡി റിസ്ക് റിഡക്ഷൻ. നാശനഷ്ടമുണ്ടാകുമ്പോൾ സ്വന്തം പണം ഉപയോഗിച്ച് നേരിടുന്ന രീതി. ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി സെൽഫ് ഇൻഷുറൻസ്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 12. റിസ്കുകൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറ്റം ചെയ്താൽ നോക്കുക ഓപ്ഷൻസ്. ഓപ്ഷൻ എ സ്വന്തം ആസ്തികൾ ശ്രദ്ധിക്കേണ്ടതില്ല, സമാധാനത്തോടെ നമ്മുടെ ജോലികൾ ചെയ്യാം, നഷ്ടം വരുമ്പോൾ ഇൻഷുറൻസിൽ നിന്നും കാശുണ്ടാക്കാം, ഓപ്ഷൻ ഡി എല്ലാ ആസ്തികളുടെയും നഷ്ടസാധ്യതകൾ അവഗണിക്കാം. ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് വരിക? റിസ്കുകൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറ്റം ചെയ്താൽ പിന്നെ സ്വന്തം ആസ്തികൾ ശ്രദ്ധിക്കേണ്ടതില്ല. ഓപ്ഷൻ എ സമാധാനത്തോടെ നമ്മൾ ജോലികൾ ചെയ്യാം, നഷ്ടം വരുമ്പോൾ ഇൻഷുറൻസിൽ നിന്ന് കാശുണ്ടാക്കാം. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി എല്ലാ ആസ്തികളുടെയും നഷ്ടസാധ്യതകൾ അവഗണിക്കാം. ശരിയായ ഓപ്ഷൻ ശ്രദ്ധിക്കുക. സമാധാനത്തോടെ നമ്മുടെ ജോലികൾ ചെയ്യാം. ഇൻഷുറൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആസ്തികൾ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യാം എന്നർത്ഥമില്ല. നഷ്ടം വരുമ്പോൾ ഇൻഷുറൻസ് കാശുണ്ടാക്കാം എന്ന് ആ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തലുമാകും. ഓപ്ഷൻ ബി സമാധാനത്തോടെ നമ്മുടെ ജോലികൾ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 13. റിസ്ക് നിലനിർത്തുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ ആസ്തികൾക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, നഷ്ടസാധ്യതകൾ സാമ്പത്തിക മൂല്യം കുറഞ്ഞവയാണ്, നഷ്ടം നേരിടാൻ ഒരാൾ തയ്യാറാണ്. ഓപ്ഷൻ ഡി ആസ്തികൾക്ക് നഷ്ടസാധ്യതകൾ ഇല്ല. റിസ്ക് നിലനിർത്തുക എന്നാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആസ്തികൾക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, ബി നഷ്ടസാധ്യതകൾ സാമ്പത്തിക മൂല്യം കുറഞ്ഞവയാണ്, സി നഷ്ടം നേരിടാൻ ഒരാൾ തയ്യാറാണ്. അതാണ് ശരിയായ ഉത്തരം. ഒരാൾ നഷ്ടം നേരിടാൻ തയ്യാറാവുമ്പോഴാണ് അയാൾക്കുള്ള റിസ്കുകൾ അയാൾ തന്നിൽ തന്നെ നിലനിർത്താൻ തയ്യാറാകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കൂടുതൽ ആളുകൾക്കുണ്ടാവുന്ന നഷ്ടം കുറച്ച് പേർ ഷെയർ ചെയ്യുക എന്നതാണ് ഇൻഷുറൻസിൻ്റെ അടിസ്ഥാന തത്വം. കുറച്ചാളുകൾക്കുണ്ടാവുന്ന നഷ്ടം കൂടുതൽ പേർ ഷെയർ ചെയ്യുക എന്നതാണ് ഇൻഷുറൻസിൻ്റെ അടിസ്ഥാന തത്വം. ഒരു വ്യക്തിയുടെ റിസ്ക് മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഇൻഷുറൻസ്. കുറച്ചാളുകൾക്കുണ്ടാവുന്ന ലാഭം കൂടുതൽ പേരിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ് ഇൻഷുറൻസിൻ്റെ അടിസ്ഥാന തത്വം. ശരിയായ പ്രസ്താവന ഏത്? ശരി ഉത്തരം നോക്കുക. കുറച്ച് ആളുകൾക്കുണ്ടാകുന്ന നഷ്ടം കൂടുതൽ പേർ ഷെയർ ചെയ്യുക എന്നതാണ് ഇൻഷുറൻസിൻ്റെ അടിസ്ഥാന തത്വം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഷെയറിംഗ്. കുറച്ച് ആളുകൾക്കുണ്ടാകുന്ന നഷ്ടം കൂടുതൽ പേർ ഷെയർ ചെയ്തിട്ടാണ് ഇൻഷുറൻസ് സംവിധാനം മുന്നോട്ട് പോകുന്നത്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 15. ഇൻഷുറൻസ് കമ്പനികൾ വസ്തുവകകളുടെ സർവേയും പരിശോധനയും നടത്തുന്നത് എന്തിനാണ്? ഓപ്ഷൻ എ വസ്തുവകകൾ വാങ്ങിയത് എങ്ങനെയെന്നറിയാൻ, ഓപ്ഷൻ ബി മറ്റ് ഇൻഷുറൻസ് കമ്പനികളും പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ, ഓപ്ഷൻ സി പ്രീമിയം തീരുമാനിക്കുന്നതിനായി റിസ്ക് തിട്ടപ്പെടുത്തുന്നതിന്, ഓപ്ഷൻ ഡി സമീപത്തുള്ള വസ്തുക്കളും ഇൻഷുർ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ. എന്തിനാണ് വസ്തുവകകളുടെ സർവേയും പരിശോധനയും നടത്തുന്നത്? ശരി ഉത്തരം ശ്രദ്ധിക്കുക. പ്രീമിയം തീരുമാനിക്കുന്നതിനായിട്ട് റിസ്ക് തിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക്. അതിനുവേണ്ടിയാണ് വസ്തുവകളുടെ സർവേയും പരിശോധനയും നടത്തുന്നത്. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ സി, പ്രീമിയം തീരുമാനിക്കുന്നതിനായി റിസ്ക് തിട്ടപ്പെടുത്തുന്നതിന്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ 17. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്?
ഇൻഷുറൻസ് ആസ്തികളെ സംരക്ഷിക്കുന്നു, ഇൻഷുറൻസ് നഷ്ടം തടയുന്നു, ഇൻഷുറൻസ് നഷ്ടസാധ്യത കുറയ്ക്കുന്നു, ഇൻഷുറൻസ് നഷ്ടം പരിഹരിക്കാൻ സഹായിക്കുന്നു. ഏതാണ് ശരിയായ പ്രസ്താവന? ഇൻഷുറൻസിന് ആസ്തികളെ സംരക്ഷിക്കാൻ കഴിയില്ല, ഓപ്ഷൻ എ. ഇൻഷുറൻസ് നഷ്ടം തടയുന്നു, ഓപ്ഷൻ ബി. സി, ഇൻഷുറൻസ് നഷ്ടസാധ്യത കുറയ്ക്കുന്നു. ഡി, ഇൻഷുറൻസ് നഷ്ടം പരിഹരിക്കാൻ സഹായിക്കുന്നു. അതാണ് ശരി ഉത്തരം. ഇൻഷുറൻസ് നഷ്ടം പരിഹരിക്കാൻ സഹായിക്കുന്നു. മുകളിൽ കൊടുത്ത ബാക്കി പ്രസ്താവനകളൊന്നും തന്നെ ശരിയല്ല. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 18. ഒരു ഗ്രാമത്തിൽ 400 വീടുകളുണ്ട്. ഓരോന്നിൻ്റെയും മൂല്യം 20,000 രൂപയാണ്. ഓരോ വർഷവും അഗ്നിബാധ മൂലം 4 വീടുകൾ നശിക്കുന്നത് ആകെ 80,000 രൂപയുടെ നഷ്ടത്തിന് കാരണമാകുന്നു. ഓരോ വീട്ടുടമയും പ്രീമിയമായി എത്ര രൂപ നൽകണം? ഓപ്ഷൻ ബി 50, ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 100 രൂപ, ഓപ്ഷൻ സി ₹200, ഓപ്ഷൻ ഡി 300. എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്? ടോട്ടൽ ലോസ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 4 വീടുകൾക്ക് നഷ്ടം 20,000 രൂപ വെച്ചിട്ട് 80,000 രൂപ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ലോസ്, മൊത്തം നഷ്ടം, ആകെ നഷ്ടം. ഒരു വീട്ടുകാർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം? അപ്പോൾ ആകെ നഷ്ടത്തെ മൊത്തം വീടുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുക ആണ് ഒരു വീടിൻ്റെ കോൺട്രിബ്യൂഷൻ. അതായത് 80,000 ഡിവൈഡഡ് ബൈ 400, that is equal to 200. So answer is option C, 200. അടുത്ത ചോദ്യം 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻഷുറൻസിനെ വിശദീകരിക്കുന്ന പ്രസ്താവന ഏത്? കൂടുതൽ ആളുകൾക്കുണ്ടാവുന്ന നഷ്ടം കുറച്ച് പേർ ഷെയർ ചെയ്യുന്നതാണ് ഇൻഷുറൻസ്. കുറച്ച് ആളുകൾക്കുണ്ടാവുന്ന നഷ്ടം കൂടുതൽ പേർ ഷെയർ ചെയ്യുന്നതാണ് ഇൻഷുറൻസ്. ഒരാൾ എല്ലാവരുടെയും നഷ്ടം പങ്കിടുന്നതാണ് ഇൻഷുറൻസ്. സബ്സിഡിയിലൂടെ നഷ്ടം പങ്കിടുന്ന സംവിധാനമാണ് ഇൻഷുറൻസ്. ഏത് പ്രസ്താവനയാണ് ശരി? കുറച്ച് മുമ്പേ നമ്മൾ നോക്കിയിരുന്നു. ഓപ്ഷൻ ബി, കുറച്ച് ആളുകൾക്കുണ്ടാകുന്ന നഷ്ടം കൂടുതൽ പേർ ഷെയർ ചെയ്യുന്നതാണ് ഇൻഷുറൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ഷെയറിംഗ്. ചോദ്യം നമ്പർ 20. ഇൻഷുറൻസിൽ പൂളിംഗ് ഓഫ് റിസ്ക് എന്നാൽ ഓപ്ഷൻ എ, ലൈഫ് ജനറൽ ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് ഒരേ പൂൾ ഉപയോഗിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് വ്യത്യസ്ത പൂളുകൾ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി, ലൈഫ് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ക്ലെയിമുകൾക്ക് ഒരേ പൂൾ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി, എല്ലാ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമുകൾക്കും ഒരേ പൂൾ ഉപയോഗിക്കുന്നു. ഇൻഷുറൻസ് പൂളിംഗ് എന്നാൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പൂളിംഗ് ഓഫ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഇൻഷുറൻസിൽ? ശരി ഉത്തരം നോക്കുക. ഡി ആണ്. എല്ലാ ഇൻഷുറൻസ് ക്ലെയിമുകൾക്കും ഒരേ പൂൾ ഉപയോഗിക്കുന്നു. ലൈഫ് ഇൻഷുറൻസിന് വേറെ പൂളാണ്, ജനറൽ ഇൻഷുറൻസിന് വേറെ പൂളാണ്. അപ്പോൾ ഓരോ ലൈഫ് ഇൻഷുറൻസ് സെഗ്മെൻറ്റുകൾക്കും വേറെ വേറെ പൂളുകൾ ഉണ്ടാകും. എല്ലാ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിമുകൾക്കും ഒരേ പൂൾ ഉപയോഗിച്ചിട്ടാണ് ക്ലെയിമുകൾ കൊടുക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 21. ഇന്ത്യൻ ഇൻഷുറൻസ് മാർക്കറ്റ് ഇങ്ങനെ വിഭജിച്ചിരിക്കുന്നു: ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും, ഗവൺമെൻറ് ഇൻഷുറൻസും പ്രൈവറ്റ് ഇൻഷുറൻസും, ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസും സേവിങ്സ് ഇൻഷുറൻസും. ഇന്ത്യൻ ഇൻഷുറൻസ് മാർക്കറ്റ് എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നത്? ഉത്തരം ശ്രദ്ധിക്കുക. ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും. ജനറൽ ഇൻഷുറൻസിൻ്റെ കീഴിൽ വരുന്നതാണ് മോട്ടോർ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ്, അതുപോലെ മെറൈൻ ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹെൽത്ത് ഇൻഷുറൻസും ഒരു പരിധി വരെ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻഷുറൻസ് ആവശ്യമെന്ന് പറയാൻ കാരണം എന്താണ്? മരണം അവസാന അവസ്ഥ ആയതുകൊണ്ട്. ഓപ്ഷൻ ബി, മരണം സുനിശ്ചിതമായതുകൊണ്ട്. ഓപ്ഷൻ സി, മരണം അനിശ്ചിതമാണ്. ഓപ്ഷൻ ഡി, മരണസമയം അനിശ്ചിതമാണ്. എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് ആവശ്യമെന്ന് പറയാൻ കാരണം? മരണം അവസാന അവസ്ഥയായതുകൊണ്ടാണോ? മരണം സുനിശ്ചിതമായതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഓപ്ഷൻ സി, മരണം അനിശ്ചിതമാണ്. ഓപ്ഷൻ ഡി ശരി ഉത്തരം. മരണസമയമാണ് അനിശ്ചിതമായിരിക്കുന്നത്. ടൈമിംഗ് ഓഫ് ഡെത്ത്. മരണം സുനിശ്ചിതമാണ്, അനിശ്ചിതമല്ല, നിശ്ചയിക്കപ്പെട്ടതാണ്.
പക്ഷേ മരണസമയമാണ് അനിശ്ചിതത്വം. ഈ അനിശ്ചിതത്വമാണ് ഇൻഷുർ ചെയ്യുന്നത്. ടൈമിംഗ് ഓഫ് ഡെത്ത്, അവിടെയാണ് അൺസർട്ടാനിറ്റി ഉള്ളത്. ഈ അൺസർട്ടാനിറ്റിയെ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. സെർട്ടാനിറ്റി എന്ന് പറയുന്നത് നിശ്ചിതമായ കാര്യങ്ങളെ ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. മരണസമയം അനിശ്ചിതമാണ്, അതുകൊണ്ടാണ് ഇൻഷുറൻസ് ആവശ്യമെന്ന് പറയാൻ കാരണം. അടുത്ത ചോദ്യം 23. ഇൻഷുറൻസ് ബിസിനസ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു: ലൈഫ്, നോൺ ലൈഫ്, മിസ്ലേനിയസ്. ഓപ്ഷൻ ബി ലൈഫ്, ഹെൽത്ത്, മൈക്രോ ഇൻഷുറൻസ്. ഓപ്ഷൻ സി ലൈഫ്, നോൺ ലൈഫ്, റിട്ടയർമെൻറ്റ്. ഓപ്ഷൻ ഡി നോൺ ലൈഫ്, ഹെൽത്ത്, മൈക്രോ ഇൻഷുറൻസ്. ഇൻഷുറൻസ് ബിസിനസ്സിനെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കുക: ലൈഫ്, നോൺ ലൈഫ്, റിട്ടയർമെൻറ്റ്. ഇങ്ങനെ 3ആയിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം 24. ഒരു കമ്പനിയിലെ ജീവനക്കാർക്ക് അറിവും പരിശീലനവും നൽകുന്നത് പോലുള്ള മുൻകരുതലുകൾ ഡാഷിന് ഉദാഹരണമാണ്. റിസ്ക് ഒഴിവാക്കലിന്, റിസ്കിൻ്റെ തോത് കുറക്കുന്നതിന്, റിസ്ക് നിലനിർത്തുന്നതിന്, സ്വയം രക്ഷയ്ക്ക്. ഒരു കമ്പനിയിൽ ജീവനക്കാർക്ക് അറിവും പരിശീലനം നൽകുമ്പോൾ വരാനിരിക്കുന്ന റിസ്ക്കുകൾക്ക് അതിൽ മുൻകരുതലുകൾ എടുത്തിട്ട് കുറച്ചുകൂടി അതിൻ്റെ തോത് കുറക്കാൻ സഹായിക്കുമെന്ന് ഓർക്കുക. ഓപ്ഷൻ സി ഓപ്ഷൻ ബി റിസ്കിൻ്റെ തോത് കുറക്കുന്നതിന് സഹായകമാകുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ. അടുത്ത ചോദ്യം 25. റിസ്കുകൾ മൂലമുള്ള നഷ്ടം സഹിക്കാൻ ഒരാൾ തയ്യാറാണ് എന്ന അവസ്ഥയാണ് റിസ്ക് ഒഴിവാക്കൽ, റിസ്കിൻ്റെ തോത് കുറക്കൽ, റിസ്ക് നിലനിർത്തൽ, സ്വയം രക്ഷാമാർഗങ്ങൾ. റിസ്കുകൾ മൂലമുള്ള നഷ്ടം സഹിക്കാൻ ഒരാൾ തയ്യാറാണ്. കറക്റ്റ് ഓപ്ഷൻ റിസ്ക് നിലനിർത്തൽ. തയ്യാറാകുമ്പോൾ ആ റിസ്ക് ഇൻഷുർ ചെയ്യാൻ പോകാതെ ആ റിസ്ക് തന്നിൽ തന്നെ നിലനിർത്താൻ അയാൾ തയ്യാറാകുന്നു. അതിലൂടെ വരുന്ന നഷ്ടം പരിഹരിക്കാനുള്ള സാമ്പത്തിക കഴിവ് തനിക്കുണ്ട് എന്ന ഒരവസ്ഥയാണ് റിസ്ക് നിലനിർത്തിക്കൊണ്ടുള്ള അവസ്ഥ. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. IC38 സെക്ഷൻ 2ൻ്റെയും സെക്ഷൻ 3ൻ്റെയും പ്രാക്ടീസിന് IC38 എക്സാമിനർ സീരീസ് 2, സീരീസ് 3യും കാണണം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 26. സെൽഫ് ഇൻഷുറൻസ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സാമ്പത്തിക പൂളിങ്ങിലൂടെ റിസ്ക് നിലനിർത്തുക, സെൽഫ് ഫിനാൻസിങ്ങിലൂടെ റിസ്ക് നിലനിർത്തുക, പരിശീലനത്തിലൂടെ റിസ്ക് ഒഴിവാക്കുക, ഇൻഷുറൻസിലൂടെ സ്വയം രക്ഷ നേടുക. സെൽഫ് ഇൻഷുറൻസ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ശരി ഉത്തരം ശ്രദ്ധിക്കുക. സെൽഫ് ഫിനാൻസിങ്ങിലൂടെ റിസ്ക് നിലനിർത്തുക. നമ്മൾ തന്നെ ഒരു നിശ്ചിത തുക മാറ്റിവെക്കുക. അത്തരം റിസ്കിലൂടെ നാശനഷ്ടം സംഭവിക്കുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു സാമ്പത്തിക നീക്കിയിരിപ്പ് നടത്തുക. അതാണ് സെൽഫ് ഫിനാൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ റിസ്ക് നിലനിർത്തുക, അതാണ് സെൽഫ് ഇൻഷുറൻസ്. അടുത്ത ചോദ്യം 27. റിസ്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുന്നതിനുള്ള ചെലവാണ് ഇൻഷുറൻസിനുള്ള ടാക്സ്, ബോണസ്, ഇൻഷുറൻസ് പ്രീമിയം, ലോയൽറ്റി ബോണസ്. റിസ്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുന്നതിനുള്ള ചെലവ്. ഉത്തരം ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന ചാർജ് ആ റിസ്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം 28. ഉപഭോക്താവിൻ്റെ ആജീവനാന്ത മൂല്യം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദീർഘകാലത്തേക്ക് ഒരു ഉപഭോക്താവുമായി നല്ല ബന്ധം നിലനിർത്തുക വഴി ലഭിക്കുന്ന സാമ്പത്തിക ഗുണങ്ങൾ. ഓപ്ഷൻ ബി ഉപഭോക്താവിന് ആവശ്യമായ സേവന ചെലവ്. ഓപ്ഷൻ സി ബിസിനസ്സിനനുസരിച്ച് ഒരു ഉപഭോക്താവിന് നൽകുന്ന ഗ്രേഡ്. ഓപ്ഷൻ ഡി ഒരു ഉപഭോക്താവിന് നൽകാവുന്ന ഇൻഷുറൻസിൻ്റെ ആകെ തുക. ഉപഭോക്താവിൻ്റെ ആജീവനാന്ത മൂല്യം. ആൻസർ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ദീർഘകാലത്തേക്ക് ഒരു ഉപഭോക്താവുമായി നല്ല ബന്ധം നിലനിർത്തുക വഴി ലഭിക്കുന്ന സാമ്പത്തിക ഗുണങ്ങളെയാണ് ഉപഭോക്താവിൻ്റെ ആജീവനാന്ത മൂല്യം എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം 29. ഇൻഷുറൻസ് വേണമോ വേണ്ടയോ എന്ന വാദഗതിക്ക് ഡാഷ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പ്രസക്തിയില്ല. ഓപ്ഷൻ എ മൈക്രോ ഇൻഷുറൻസ്, ഓപ്ഷൻ ബി ഹെൽത്ത് ഇൻഷുറൻസ്, ഓപ്ഷൻ സി തേർഡ് പാർട്ടി ബാധ്യതയുള്ള മോട്ടോർ ഇൻഷുറൻസ്, ഓപ്ഷൻ ഡി ഫയർ ഇൻഷുറൻസ്.
താഴെ പറയുന്നതിൽ ഏത് ഇൻഷുറൻസ് കാര്യത്തിലാണ് വേണമോ വേണ്ടിയോ എന്ന വാദഗതിക്ക് സ്ഥാനമില്ലാത്തത്, പ്രസക്തിയില്ലാത്തത്? അതായത് അത്തരം ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കേണ്ടതാണ് എന്നർത്ഥം. ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി, തേർഡ് പാർട്ടി ബാധ്യതയുള്ള മോട്ടോർ ഇൻഷുറൻസ് ഇന്ത്യയിൽ കമ്പൽസറിയാണ്, നിയമപരമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അത് വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല, നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 30. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രകടമായ അല്ലെങ്കിൽ സ്പഷ്ടമായ ഒരു വസ്തുവാണ് ഇൻഷുറൻസ്. ഓപ്ഷൻ ബി, പ്രകടമായ സ്പഷ്ടമായ ഒരു വസ്തുവാണ് ചിലപ്പോൾ ഇൻഷുറൻസ്. ഓപ്ഷൻ സി, ഒരു അസ്പൃശ്യമായ വസ്തുവാണ് ഇൻഷുറൻസ്. ഓപ്ഷൻ ഡി, ഇൻഷുറൻസ് ഒരു ഫിക്സഡ് അസറ്റാണ്. ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ശ്രദ്ധിക്കുക. ഒരു അസ്പൃശ്യമായ വസ്തുവാണ് ഇൻഷുറൻസ്. അതായത് തൊട്ടു നോക്കാനോ രുചിച്ചു നോക്കാനോ കഴിയാത്ത വസ്തു എന്നർത്ഥം. ഒരു കൺസെപ്റ്റാണ് ഇൻഷുറൻസ്. ചോദ്യം നമ്പർ 31. പ്രപ്പോസൽ ഫോമിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ പൂർണ്ണ ഉത്തരവാദി ഡാഷ് ആണ്. എ, പ്രപ്പോസർ, ബി, ഇൻഷുറൻസ് ഏജൻറ്റ്, സി, ഇൻഷുറൻസ് കമ്പനി, ഡി, മാനേജർ. പ്രപ്പോസൽ ഫോമിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളുടെ പൂർണ്ണ ഉത്തരവാദി പ്രപ്പോസറാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആൾ. അടുത്ത ചോദ്യം 32. സജീവമായി കേൾക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, കരുതലോടെ കേൾക്കുക. ഓപ്ഷൻ ബി, കരുതലോടെ കേൾക്കുക മാത്രമല്ല അതിൻ്റെ വികാരം പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്യുക. ഓപ്ഷൻ സി, പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻ ഡി, പറയുന്നതെല്ലാം കേൾക്കാൻ ശ്രമിക്കുക. സജീവമായി കേൾക്കുക, ആക്റ്റീവ് ലിസണിങ്, എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി, കരുതലോടെ കേൾക്കുക മാത്രമല്ല അതിൻ്റെ വികാരം പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ് ദ നോട്ട് ഓൺലി ദ മീനിങ് ബട്ട് ഓൾസോ ദ ഫീലിംഗ് ബിഹൈൻഡ് ഇറ്റ്, അതിൻ്റെ വികാരം മനസ്സിലാക്കുകയും ചെയ്യുക. ഓപ്ഷൻ ബി ആണ് സജീവമായി കേൾക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം 33. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? നിപുണത അല്ലെങ്കിൽ കൗശലം, ക്ലവർനെസ്, സർവീസ് ക്വാളിറ്റി മെച്ചപ്പെടുത്തും. കൗശലം നല്ല സർവീസ് ക്വാളിറ്റിയുടെ അടയാളമല്ല. ഒരു സെയിൽസ് പേഴ്സണ് ആവശ്യമുള്ള ഗുണമാണ് കൗശലം. കൗശലം സർവീസ് ക്വാളിറ്റി ബാധിക്കില്ല. ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ശ്രദ്ധിക്കുക. കൗശലം നല്ല ബിസിനസ് ക്വാളിറ്റിയുടെ അടയാളമല്ല. അടുത്ത ചോദ്യം 34. ഇൻഷുറൻസ് പരാതി പരിഹാരത്തിനായി IRDA നടപ്പിലാക്കിയ സംവിധാനമാണ് ഡാഷ്. ഇൻ്റഗ്രേറ്റഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, കൺസ്യൂമർ കോർട്ട്, ഓപ്ഷൻ സി, ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ഡി, ലീഗൽ ഓഫീസർ. IRDA നടപ്പിലാക്കിയ സംവിധാനം. ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, ഇൻ്റഗ്രേറ്റഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, IGMS. അടുത്ത ചോദ്യം നോക്കാം. 35. കസ്റ്റമർ എന്നതിനെ ശരിയായി വിവരിക്കുന്ന പ്രസ്താവന ഏത്? സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നയാൾ. ഓപ്ഷൻ ബി, സ്വകാര്യ ആവശ്യത്തിനായി സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നയാൾ. ഓപ്ഷൻ സി, വീണ്ടും വിൽക്കുവാനോ വാണിജ്യ ആവശ്യത്തിനോ സാധനങ്ങൾ വാങ്ങുന്നയാൾ. ഓപ്ഷൻ ഡി, സ്വന്തം ആവശ്യത്തിനോ വിൽപ്പനക്കോ ആയി സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നയാൾ. കസ്റ്റമർ എന്നതിന് ശരിയായി വിവരിക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക. സ്വകാര്യ ആവശ്യത്തിനായി സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നയാളാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അത് വീണ്ടും വിൽപ്പനയ്ക്ക് വേണ്ടി സാധനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നയാൾ കസ്റ്റമറുടെ നിർവചനത്തിൽ പെടില്ല. അടുത്ത ചോദ്യം 36. ഉപഭോക്തൃ താൽപ്പര്യങ്ങൾക്ക് മികച്ച സംരക്ഷണം നൽകുന്നതിനായി പാസ്സാക്കപ്പെട്ട നിയമമാണ് ഓപ്ഷൻ എ, IRDA ആക്ട്, ഓപ്ഷൻ ബി, ഇൻഷുറൻസ് ആക്ട്, ഓപ്ഷൻ സി, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986, ഓപ്ഷൻ ഡി, ഒന്നും ശരിയല്ല. ഇതിലേതാണ് ഉപഭോക്തൃ താൽപ്പര്യങ്ങൾക്ക് മികച്ച സംരക്ഷണം നൽകുന്നതിനായി പാസ്സാക്കപ്പെട്ട നിയമം?
ഉത്തരം ശ്രദ്ധിക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അടുത്ത ചോദ്യം 37. ജില്ലാ ഉപഭോക്തൃ ഫോറം എത്ര വരെ മൂല്യമുള്ള നഷ്ടപരിഹാര പരാതികൾ കൈകാര്യം ചെയ്യുന്നു? ഓപ്ഷൻ എ 10 ലക്ഷം, ഓപ്ഷൻ ബി 20 ലക്ഷം, ഓപ്ഷൻ സി 50 ലക്ഷം, ഓപ്ഷൻ ഡി 100 ലക്ഷം. ജില്ലാ ഉപഭോക്തൃ ഫോറത്തിന് എത്ര വരെ മൂല്യമുള്ള നഷ്ടപരിഹാര പരാതികൾ കൈകാര്യം ചെയ്യാം? കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി 20 ലക്ഷം. 20 ലക്ഷം വരെയുള്ള മൂല്യമുള്ള പരാതികളാണ് ജില്ലാ ഉപഭോക്തൃ ഫോറത്തിന് കൈകാര്യം ചെയ്യാനുള്ള അനുമതിയുള്ളത്. അടുത്ത ചോദ്യം 38. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? എല്ലാ ഉപഭോക്തൃ തർക്കപരിഹാര ഏജൻസികൾക്കും സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. നാഷണൽ കമ്മീഷന് മാത്രം സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. സ്റ്റേറ്റ് ഫോറത്തിന് മാത്രമേ സിവിൽ കോടതിയുടെ അധികാരമുള്ളൂ. ഓപ്ഷൻ ഡി ഉപഭോക്തൃ തർക്കപരിഹാര ഏജൻസികൾക്ക് സിവിൽ കോടതിയുടെ അധികാരമില്ല. ഏതാണ് ശരിയായ പ്രസ്താവന? ഉപഭോക്തൃ തർക്കപരിഹാര കോടതികൾ എന്ന് പറഞ്ഞാൽ ജില്ലാ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, അതുപോലെ രാജ്യതലത്തിലുമുണ്ട്. ഡിസ്ട്രിക്ട് കോർട്ട്, സ്റ്റേറ്റ് ഫോറം, നാഷണൽ കമ്മീഷൻ. ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ എല്ലാ ഉപഭോക്തൃ തർക്കപരിഹാര ഏജൻസികൾക്കും സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. അടുത്ത ചോദ്യം 39. ഉപഭോക്തൃ തർക്കപരിഹാര ഫോറങ്ങളിൽ പരാതി നൽകാൻ ആവശ്യമായ ഫീസ് എത്രയാണ്? ഓപ്ഷൻ എ നഷ്ടപരിഹാര മൂല്യത്തിൻ്റെ 25%, ഓപ്ഷൻ ബി നഷ്ടപരിഹാര മൂല്യത്തിൻ്റെ 15%, ഓപ്ഷൻ സി ഫീസ് അടക്കേണ്ടതില്ല, ഓപ്ഷൻ ഡി ഉപഭോക്താവിൻ്റെ സാമ്പത്തിക നിലയ്ക്ക് ആനുപാതികമായ ഫീസ്. ഉപഭോക്തൃ തർക്കപരിഹാര ഫോറങ്ങളിൽ അത് ഡിസ്ട്രിക്ട് കോർട്ടിലായാലും നാഷണൽ കമ്മീഷനായാലും അതിനിടയിലുള്ള സ്റ്റേറ്റ് ഫോറത്തിലായാലും എത്രയാണ് അടക്കേണ്ട ഫീസ്? ഉത്തരം ശ്രദ്ധിക്കുക. ഫീസ് അടക്കേണ്ട കാര്യമില്ല, ഫീസ് അടക്കേണ്ടതായിട്ടില്ല. ഉപഭോക്തൃ തർക്കപരിഹാരങ്ങളിൽ പരാതി കൊടുക്കുമ്പോൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. അടുത്ത ചോദ്യം 40. ഓംബുഡ്സ്മാന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന പരാതിയുടെ പരമാവധി മൂല്യം ഡാഷ് ആണ്. 10 ലക്ഷം, ഓപ്ഷൻ ബി 20 ലക്ഷം, ഓപ്ഷൻ സി 50 ലക്ഷം, ഓപ്ഷൻ ഡി 100 ലക്ഷം. ഓംബുഡ്സ്മാന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന പരാതിയുടെ പരമാവധി മൂല്യം ശ്രദ്ധിക്കുക. 20 ലക്ഷം വരെയുള്ള പരാതികൾക്ക് ഓംബുഡ്സ്മാന് തീർപ്പ് കൽപ്പിക്കാം. 20 ലക്ഷം വരെ മൂല്യം വരുന്ന പരാതികൾക്ക്. അടുത്ത ചോദ്യം 41. ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ്? ഓപ്ഷൻ എ ഇൻഷുറൻസ് കമ്പനി പരാതി നിരസിച്ച് 3 മാസത്തിനകം, ഇൻഷുറൻസ് കമ്പനി പരാതി നിരസിച്ച് 6 മാസത്തിനകം, ഇൻഷുറൻസ് കമ്പനി പരാതി നിരസിച്ച് 1 വർഷത്തിനകം, ഇൻഷുറൻസ് കമ്പനി പരാതി നിരസിച്ച് 2 വർഷത്തിനകം. എപ്പോഴാണ് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ കഴിയുക? ഒരു പരാതി വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് ആദ്യം പരാതി കൊടുക്കുന്നു, അതിനുശേഷം എപ്പോൾ സമീപിക്കാം ഓംബുഡ്സ്മാനെ? ഉത്തരം ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് കമ്പനി പരാതി നിരസിച്ച് 1 വർഷത്തിനകം ഓംബുഡ്സ്മാനെ സമീപിക്കാം. 1 വർഷത്തിനകം എപ്പോൾ വേണമെങ്കിലും സമീപിക്കാം. അടുത്ത ചോദ്യം 42. ഓംബുഡ്സ്മാൻ്റെ വിധി പരാതിക്കാരന് സ്വീകാര്യമല്ലെങ്കിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ട് വരിക? ഓപ്ഷൻ എ മറ്റ് ഏജൻസികളെ സമീപിക്കാം, മറ്റു മാർഗങ്ങളേ ഇല്ല, ഓപ്ഷൻ സി ഓംബുഡ്സ്മാന് മാത്രം അപ്പീൽ കൊടുക്കാം, ഓപ്ഷൻ ഡി IRDA മാത്രം സമീപിക്കാം. ഓംബുഡ്സ്മാൻ്റെ വിധി പരാതിക്കാരന് സ്വീകാര്യമല്ലെങ്കിൽ ഓപ്ഷൻ ശ്രദ്ധിക്കുക, മറ്റ് ഏജൻസികളെ സമീപിക്കാം. ഏത് ഏജൻസിയെ വേണമെങ്കിലും സമീപിക്കാം. കൺസ്യൂമർ കോർട്ടിൽ പോവാം, IRDA സമീപിക്കാം, കോർട്ടിൽ പോവാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടുത്ത ചോദ്യം 43. ഒരു കോൺട്രാക്റ്റിനെ ശരിയായി വിവരിക്കുന്ന പ്രസ്താവന ഏത്? 2 കക്ഷികൾ തമ്മിലുണ്ടാക്കുന്ന എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ്. 2 അതിൽ കൂടുതലോ കക്ഷികൾ തമ്മിലുണ്ടാക്കുന്ന എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ്. ഓപ്ഷൻ സി 2 അതിൽ കൂടുതലോ കക്ഷികൾ തമ്മിലുണ്ടാക്കുന്ന നിയമപരമായ എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ്. ഓപ്ഷൻ ഡി നിയമപരമായ ആവശ്യത്തിനായി കക്ഷികൾ തമ്മിലുണ്ടാക്കുന്ന എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ്. എന്താണ് ഒരു കോൺട്രാക്റ്റ്? ഒരു കോൺട്രാക്റ്റിൻ്റെ നിർവചനം. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി 2 അതിൽ കൂടുതലോ കക്ഷികൾ തമ്മിലുണ്ടാക്കുന്ന നിയമപരമായ എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ്. Agreement between 2 or more parties which is enforceable by law. നിയമപരമായ പിന്തുണ ഉണ്ടാകണം അതിന്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 44.
ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവാണ് ഡാഷ്. ഡിക്ലറേഷൻ, ബി പോളിസി ബോണ്ട്, സി പ്രപ്പോസൽ ഫോം, ഡി ഏജൻറ്റിൻ്റെ എഴുത്ത്. എന്താണ് ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവെന്ന് പറയുന്നത്? ഉത്തരം ശ്രദ്ധിക്കുക, പോളിസി ബോണ്ട്. ഓരോ ഇൻഷുവേർഡിനും കിട്ടുന്ന പോളിസി ബോണ്ടാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം 45. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭീഷണിക്കുള്ള ഉദാഹരണം എന്ത് അല്ലെങ്കിൽ ഏത്? ഓപ്ഷൻ എ, അവ്യക്തമായ പ്രിൻ്റ് മനസ്സിലാക്കാതെ സന്തോഷ് കോൺട്രാക്റ്റ് ഒപ്പുവെച്ചു. ഓപ്ഷൻ ബി, കോൺട്രാക്റ്റ് ഒപ്പുവെച്ചില്ലെങ്കിൽ രതീഷിനെ കൊല്ലുമെന്ന് സന്തോഷ് പറഞ്ഞു. ഓപ്ഷൻ സി, രതീഷിനെ കോൺട്രാക്റ്റിൽ ഒപ്പുവെപ്പിക്കാൻ സന്തോഷ് തൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ചു. ഓപ്ഷൻ ഡി, രതീഷിനെ കോൺട്രാക്റ്റിൽ ഒപ്പുവെപ്പിക്കാൻ സന്തോഷ് തെറ്റായ വിവരങ്ങൾ നൽകി. ഇതിലേതാണ് ഭീഷണിക്കുള്ള ഉദാഹരണം? ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി, കോൺട്രാക്റ്റ് ഒപ്പുവെച്ചില്ലെങ്കിൽ രതീഷിനെ കൊല്ലുമെന്ന് സന്തോഷ് പറഞ്ഞു. അടുത്ത ചോദ്യം 46. താഴെ പറയുന്നവയിൽ സന്തോഷിന് ഇൻഷൂർ ചെയ്യാൻ പറ്റാത്തത് ഏത്? ഓപ്ഷൻ എ, സന്തോഷിൻ്റെ ഭാര്യ. ഓപ്ഷൻ ബി, സന്തോഷിൻ്റെ മാതാപിതാക്കൾ. ഓപ്ഷൻ സി, സന്തോഷിൻ്റെ സുഹൃത്ത്. ഓപ്ഷൻ ഡി, സന്തോഷിൻ്റെ വീട്. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇൻഷൂർ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള നിബന്ധനകൾ ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് തൽപരത എന്ന ഭാഗത്ത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താഴെ പറയുന്നതിൽ സന്തോഷിന് ഇൻഷൂർ ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക, സന്തോഷിൻ്റെ സുഹൃത്ത്. സന്തോഷിൻ്റെ ഭാര്യയെ ഇൻഷൂർ ചെയ്യാം, സന്തോഷിൻ്റെ മാതാപിതാക്കളെ ഇൻഷൂർ ചെയ്യാം, സന്തോഷിൻ്റെ വീട് സന്തോഷിനെ ഇൻഷൂർ ചെയ്യാം. അതേസമയം സുഹൃത്തിനെ ഒരാൾക്ക് ഇൻഷൂർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് തൽപരത നിലനിൽക്കുന്നില്ല ആ ബന്ധത്തിൽ. അടുത്ത ചോദ്യം 47. ഒരു കോൺട്രാക്റ്റിലെ ഏത് ഘടകമാണ് പ്രീമിയവുമായി ബന്ധപ്പെട്ടത്? പ്രതിഫലം. ഓപ്ഷൻ ബി, സ്വതന്ത്രമായ വരുമാനം. ഒരു കോൺട്രാക്റ്റിലെ ഏത് ഘടകമാണ് പ്രീമിയവുമായി ബന്ധപ്പെട്ടത്? പ്രതിഫലം, സ്വതന്ത്രമായ തീരുമാനം, ഇരു കക്ഷികളുടെയും പ്രാപ്തി, വാഗ്ദാനവും സ്വീകരിക്കലും. ഉത്തരം ശ്രദ്ധിക്കുക, പ്രതിഫലം, കൺസിഡറേഷൻ. അടുത്ത ചോദ്യം 48. വഞ്ചനാപരമായ ഉദ്ദേശത്തോടെ അല്ലാതെ നടത്തുന്ന തെറ്റായ പ്രസ്താവനയാണ് ഡാഷ്. ഓപ്ഷൻ എ, വാഗ്ദാനം. ഓപ്ഷൻ ബി, പ്രതിഫലം. ഓപ്ഷൻ സി, തെറ്റിദ്ധരിപ്പിക്കൽ അല്ലെങ്കിൽ മിസ് റെപ്രസെൻറ്റേഷൻ. ഓപ്ഷൻ ഡി, റെപ്രസെൻറ്റേഷൻ. വഞ്ചനാപരമായ ഉദ്ദേശത്തോടെ അല്ലാതെ നടത്തുന്ന തെറ്റായ പ്രസ്താവനയാണ് ഓപ്ഷൻ സി, തെറ്റിദ്ധരിപ്പിക്കൽ അല്ലെങ്കിൽ മിസ് റെപ്രസെൻറ്റേഷൻ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 49. ക്രിമിനൽ മനോഭാവത്തോടുകൂടി സമ്മർദ്ദം ചെലുത്തുന്നതാണ് വഞ്ചന, സ്വാധീനിക്കുക, ഭീഷണി. ഓപ്ഷൻ ഡി, പിഴവ്. ശരി ഉത്തരം ഭീഷണി, ഓപ്ഷൻ സി. ക്രിമിനൽ മനോഭാവത്തോടുകൂടി സമ്മർദ്ദം ചെലുത്തുക. അടുത്ത ചോദ്യം 50. താഴെ പറയുന്നവയിൽ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, കോൺട്രാക്റ്റിന് നിയമസാധുതയില്ല. ഓപ്ഷൻ ബി, പന്തയ കോൺട്രാക്റ്റിന് സമാനമാണ്. ഓപ്ഷൻ സി, നിയമസാധുത ഉള്ള വാക്കാലുള്ള കോൺട്രാക്റ്റ്. ഓപ്ഷൻ ഡി, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർ ചെയ്യുന്ന വ്യക്തിയും തമ്മിലുള്ള കോൺട്രാക്റ്റ്. ഏതാണ് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? ശ്രദ്ധിക്കുക, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഉള്ള നിയമപരമായ ഒരു കോൺട്രാക്റ്റ് തന്നെയാണ് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ്. ഇൻഷുർ ചെയ്യപ്പെടുന്ന വ്യക്തിയും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കാം. അതുപോലെ തന്നെ അടുത്ത സെക്ഷനുകളുടെ സെക്ഷൻ 2ഉം സെക്ഷൻ 3യും പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ട് വീഡിയോ സീരീസ് 2ഉം 3യും കാണണം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 51. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു കോൺട്രാക്റ്റ്
പ്രകാരം സാധുതയില്ലാത്ത പ്രതിഫലം. ഒരു കോൺട്രാക്റ്റ് പ്രകാരം സാധുതയില്ലാത്ത പ്രതിഫലം ഏതാണ്? ഓപ്ഷൻ എ പണം, ഓപ്ഷൻ ബി കൈക്കൂലി, ഓപ്ഷൻ സി വസ്തു, ഓപ്ഷൻ ഡി ആഭരണം. പ്രതിഫലം എന്ന് ഉദ്ദേശിക്കുന്നത് കൺസിഡറേഷൻ. കോൺട്രാക്റ്റിനകത്ത് കൺസിഡറേഷൻ. പണം ഒരു കൺസിഡറേഷനാണ്, പ്രതിഫലമാണ്. വസ്തു ആയിട്ട് കൊടുക്കാം പ്രതിഫലം, ആഭരണമായിട്ട് കൊടുക്കാം. ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി കൈക്കൂലി. സാധുതയില്ലാത്ത പ്രതിഫലമാണ് കൈക്കൂലി. ക്വസ്റ്റ്യൻ നമ്പർ 52. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർക്കാണ് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അർഹതയില്ലാത്തത്? ഓപ്ഷൻ എ വീട്ടമ്മ, ഓപ്ഷൻ ബി ബിസിനസ്സുകാർ, ഓപ്ഷൻ സി പ്രായപൂർത്തിയാകാത്തവർ, ഓപ്ഷൻ ഡി സർക്കാർ ജീവനക്കാർ. ആർക്കാണ് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ അർഹതയില്ലാത്തത്? ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി പ്രായപൂർത്തിയാകാത്തവർക്ക്. 18 വയസ്സ് പൂർത്തിയാക്കണം. മൈനർമാർക്ക് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ നിന്നല്ല ഒരു കോൺട്രാക്റ്റിലും നിയമപരമായി ഏർപ്പെടാൻ അർഹതയില്ല. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 53. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉത്തമ വിശ്വാസത്തിൻ്റെ സിദ്ധാന്തം അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിശ്വാസ സിദ്ധാന്തത്തിന് അനുസരണമായത്? പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് കേട്ടിട്ടുണ്ടാവും. ഓപ്ഷൻ എ അറിയാമായിരുന്നിട്ടും രോഗത്തെപ്പറ്റി പ്രപ്പോസലിൽ വെളിപ്പെടുത്താതിരുന്നത്. ഓപ്ഷൻ ബി വസ്തുനിഷ്ഠമായ വിവരങ്ങൾ പ്രപ്പോസലിൽ വെളിപ്പെടുത്തുന്നത്. ഓപ്ഷൻ സി അറിയുന്ന എല്ലാ വസ്തുനിഷ്ഠമായ വിവരങ്ങളും പ്രപ്പോസലിൽ വെളിപ്പെടുത്തുന്നത്. ഓപ്ഷൻ ഡി യഥാസമയം പ്രീമിയം അടക്കുന്നത്. ഏതാണ് ഉത്തമ വിശ്വാസ സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിശ്വാസ സിദ്ധാന്തത്തിന് അനുസരണമായത്? പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അപരിമ ഫിഡെ. ശ്രദ്ധിക്കുക. അറിയാവുന്ന എല്ലാ വസ്തുനിഷ്ഠമായ വിവരങ്ങളും പ്രപ്പോസലിൽ വെളിപ്പെടുത്തുക. അതാണ് ഉത്തമ വിശ്വാസ സിദ്ധാന്തത്തിന് അനുസരണമായിരിക്കുന്നത്. അതില്ലാത്ത പക്ഷം ആ സിദ്ധാന്തം ലംഘിക്കപ്പെട്ടതായി കാണുകയും ഇൻഷുറൻസ് കോൺട്രാക്റ്റിന് നിയമപരമായ വാലിഡിറ്റി ഇല്ലാതായി പോവുകയും ചെയ്യും. അടുത്ത ചോദ്യം 54. ഇൻഷുറൻസ് തത്പരതയുമായി ബന്ധപ്പെട്ട്, അതായത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് തത്പരതയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? അച്ഛൻ മകന് വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്, തൊഴിലുടമ ജീവനക്കാർക്ക് വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്, ഒരാൾ തൻ്റെ സുഹൃത്തിന് വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചു എന്ന് തോന്നുന്നു. ശരി ഉത്തരം നോക്കുക. ഒരാൾ തൻ്റെ സുഹൃത്തിന് വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ഇൻഷുറൻസ് തത്പരയുമായി ബന്ധപ്പെട്ട് ശരിയല്ല. അവിടെ ഇൻഷുറൻസ് തത്പരത നിലനിൽക്കുന്നില്ല. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല. ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റിയും ഉണ്ടാവില്ല, നിയമപരമായ സാധുത ഉണ്ടാവില്ല എന്നർത്ഥം. അടുത്ത ചോദ്യം 55. ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾക്ക് ഇൻഷുറൻസ് തൽപരത ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴാണ്? ഒന്ന് ക്ലെയിമിൻ്റെ സമയത്ത്. ഓപ്ഷൻ ബി പോളിസി എടുക്കുന്ന സമയത്ത് മാത്രം. ഓപ്ഷൻ സി ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റുകൾക്ക് ഇൻഷുറൻസ് തൽപരത ആവശ്യമില്ല. ഓപ്ഷൻ ഡി ക്ലെയിമിൻ്റെ സമയത്തോ പോളിസി എടുക്കുന്ന സമയത്തോ, ഏതെങ്കിലും ഒരു സമയത്ത് മതി എന്നാണ് പറയുന്നത്. എപ്പോഴാണ് ഈ ഇൻഷുറൻസ് തൽപരത ഉണ്ടോ എന്ന് നോക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത് എപ്പോഴാണ്? ശ്രദ്ധിക്കുക. ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ പോളിസി എടുക്കുന്ന സമയത്ത് മാത്രം മതി. പോളിസി എടുക്കുന്ന സമയത്ത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. അതായത് ക്ലെയിമിൻ്റെ സമയത്ത് വേണമെന്നില്ല. അതുണ്ടോ എന്ന് നോക്കുന്ന സംവിധാനവുമില്ല, നോക്കേണ്ട കാര്യവുമില്ല ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റുമായി നിബന്ധനകളുമായി ബന്ധപ്പെട്ട്. അടുത്ത ചോദ്യം 56. താഴെ കൊടുത്തിരിക്കുന്ന സംഭവത്തിൽ മരണത്തിൻ്റെ ഉപാന്തിക കാരണമെന്ത്? ഉപാന്തിക കാരണം, പ്രോക്സിമേറ്റ് കോസ്. അജയ് കുതിരപ്പുറത്തുനിന്ന് വീണ് നട്ടെല്ലൊടിഞ്ഞു. അവിടെയുള്ള വെള്ളത്തിൽ വീണ അയാൾക്ക് ന്യൂമോണിയ ബാധിച്ചു. അടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അയാൾ ന്യൂമോണിയ കാരണം മരിച്ചു. എന്താണ് മരണത്തിൻ്റെ ഉപാന്തിക കാരണം? നട്ടെല്ലൊടിഞ്ഞതാണ്, ബി കുതിരപ്പുറത്തുനിന്ന് വീണത്, സി ന്യൂമോണിയ, ഡി ശസ്ത്രക്രിയ. ഏതാണ് മരണത്തിൻ്റെ ഉപാന്തിക കാരണം? അതായത് പ്രോക്സിമേറ്റ് കോസ്. ഉത്തരം ശ്രദ്ധിക്കുക. കുതിരപ്പുറത്തുനിന്ന് വീണതാണ് മരണത്തിൻ്റെ ഉപാന്തിക കാരണം. അതായത് മരണത്തിലേക്ക് എത്തിക്കാൻ അടിസ്ഥാനപരമായ കാരണം. ന്യൂമോണിയ ബാധിച്ചിട്ടാണ് മരിച്ചതെങ്കിലും
കുതിരപ്പുറത്തുനിന്ന് വീണതാണ് ന്യൂമോണിയയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ കുതിരപ്പുറത്തുനിന്ന് വീണതാണ് ഉപാന്തിക കാരണമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ പരിഗണിക്കുക. അടുത്ത ചോദ്യം 57. ഒരു കസ്റ്റമറിന് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട പരാതി പരിഹാരത്തിനായി IRDA സമീപിക്കാനുള്ള സംവിധാനമാണ് ഡാഷ്. ഓപ്ഷൻ എ ജില്ലാ ഉപഭോക്തൃ കോടതി, ഓപ്ഷൻ ബി IGMS, ഓപ്ഷൻ സി ഓംബുഡ്സ്മാൻ, ഓപ്ഷൻ ഡി നാഷണൽ കമ്മീഷൻ. കസ്റ്റമർക്ക് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി IRDA എങ്ങനെ സമീപിക്കാം? നേരിട്ട് IRDA സമീപിക്കാം, IGMS വഴി. ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക, IGMS ഇൻ്റഗ്രേറ്റഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. IRDAയുടെ വെബ്സൈറ്റിലൂടെ പരാതി കൊടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 58. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ കടയുടമയ്ക്ക് എതിരായ പരാതികൾ, ഓപ്ഷൻ ബി ഇൻഷുറൻസ് കമ്പനിക്കെതിരായ പരാതികൾ, ഓപ്ഷൻ സി ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഉൽപ്പന്ന ബ്രാൻഡ് അല്ലെങ്കിൽ കടയുടമ എന്നിവർക്കെതിരായ പരാതികൾ, ഉൽപ്പന്ന ബ്രാൻഡിനെതിരായ പരാതികൾ, ഓപ്ഷൻ ഡി. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി എല്ലാ തരത്തിലുള്ള പരാതികളും. ഇത്തരം എല്ലാ പരാതികളും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇൻഷുറൻസ് കമ്പനി, ഉൽപ്പന്ന ബ്രാൻഡ്, കടയുടമ എന്നിവർക്കെതിരായ പരാതികളൊക്കെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 59. IGMSൻ്റെ പൂർണ്ണരൂപം. IGMS നമ്മൾ IRDAയുടെ ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓപ്ഷൻ എ ഇൻ്റർനാഷണൽ ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഓപ്ഷൻ സി ഇൻഷുറൻസ് ജനറൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഇൻ്റലിജൻറ്റ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. IGMS പൂർണ്ണരൂപം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അടുത്ത ചോദ്യം 60. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു സാധുതയുള്ള ഉപഭോക്തൃ പരാതിയായി കണക്കാക്കാൻ പറ്റാത്തത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. കച്ചവടക്കാരൻ MRPയേക്കാൾ കൂടുതൽ തുക ഈടാക്കിയത്. ഓപ്ഷൻ ബി മികച്ച ഉൽപ്പന്നം ഏതെന്ന് കച്ചവടക്കാരൻ നിർദ്ദേശിക്കാതിരിക്കുക. ഓപ്ഷൻ സി ഒരു മരുന്ന് ബോട്ടിൽ നിയമപ്രകാരമുള്ള മുൻകരുതൽ നൽകാതിരിക്കുക. ഓപ്ഷൻ ഡി കേടുപാട് സംഭവിച്ച ഉൽപ്പന്നങ്ങൾ. ഇതിലേതാണ് ഒരു സാധുതയുള്ള ഉപഭോക്തൃ പരാതിയായി കണക്കാക്കാൻ പറ്റാത്തത്? ഉത്തരം ശ്രദ്ധിക്കുക. മികച്ച ഉൽപ്പന്നം ഏതെന്ന് കച്ചവടക്കാരൻ നിർദ്ദേശിക്കാതിരിക്കുക. ഒരു കച്ചവടക്കാരൻ അങ്ങനെ നിർദ്ദേശിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അയാൾക്കെതിരെ ഒരു പരാതി ഉപഭോക്തൃ കോടതികളിലോ അല്ലെങ്കിൽ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലോ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അതേസമയം ബാക്കി 3 അവസ്ഥകളിലും നിശ്ചയമായും ഉപഭോക്തൃ പരാതി സമർപ്പിക്കാം. ഉപഭോക്തൃ പരാതി പരിഹാര യൂണിറ്റുകളെ സമീപിക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 61. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ്റെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ശരി? ഓംബുഡ്സ്മാന് ദേശീയ അധികാര പരിധിയുണ്ട്. ഓംബുഡ്സ്മാന് നിർദ്ദിഷ്ട പ്രദേശത്ത് മാത്രം പ്രവർത്തിക്കാനുള്ള അധികാരമാണുള്ളത്. ഓംബുഡ്സ്മാന് സംസ്ഥാനതല അധികാര പരിധിയുണ്ട്. ഓംബുഡ്സ്മാന് ജില്ലാതല അധികാര പരിധിയാണുള്ളത്. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ്റെ അധികാര പരിധി. ഉത്തരം ശ്രദ്ധിക്കുക. ഓംബുഡ്സ്മാന് നിർദ്ദിഷ്ട പ്രദേശത്ത് മാത്രം പ്രവർത്തിക്കാനുള്ള അധികാരമാണുള്ളത്. ദേശീയ അധികാരമില്ല അല്ലെങ്കിൽ സംസ്ഥാനതല അധികാരമുണ്ടെന്ന് പറയാൻ കഴിയില്ല. നിർദ്ദിഷ്ട പ്രദേശം പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പ്രദേശത്ത് പ്രവർത്തിക്കാനുള്ള അധികാരമാണ് ഓംബുഡ്സ്മാനുള്ളത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എങ്ങനെയാണ് പരാതികൾ നൽകേണ്ടത്? പരാതികൾ എഴുതി നൽകണം. ഓപ്ഷൻ ബി പരാതികൾ ഫോൺ വഴി പറഞ്ഞാൽ മതി. ഓപ്ഷൻ സി പരാതികൾ നേരിട്ട് പറഞ്ഞാൽ മതി. ഓപ്ഷൻ ഡി പരാതികൾ പത്രപരസ്യം വഴി നൽകണം. ഏത് രീതിയിലാണ് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ കഴിയുക, അല്ലെങ്കിൽ പരാതി ഏത് രീതിയിലാണ് നൽകേണ്ടത്? ശ്രദ്ധിക്കുക. പരാതികൾ എഴുതി നൽകിയാൽ മതി. അടുത്ത ചോദ്യം 63. ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് ഏത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? റിസ്ക് പൂളിംഗ്. ഓപ്ഷൻ ബി ഇൻഷുറൻസ് തത്പരത ഉണ്ടായിരിക്കുക. ഓപ്ഷൻ സി മികച്ച വിശ്വാസം ഉണ്ടായിരിക്കുക. ഓപ്ഷൻ ഡി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ. ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് തത്വത്തിലാണ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്
പ്രവർത്തിക്കുന്നത്. ഓപ്ഷൻ ശ്രദ്ധിക്കുക, റിസ്ക് പൂളിംഗ്. അടുത്ത ചോദ്യം 64. ഇൻഷുറൻസ് ഓംബുഡ്സ്മാന് പരാതി നൽകാൻ ആവശ്യമായ ഫീസ് എത്രയാണ്? നഷ്ടപരിഹാര മൂല്യത്തിൻ്റെ 10%. ഓപ്ഷൻ ബി, ഫീസ് അടയ്ക്കേണ്ടതില്ല. ഓപ്ഷൻ സി 100 രൂപ. ഓപ്ഷൻ ഡി, നഷ്ടപരിഹാര മൂല്യത്തിൻ്റെ 25%. ഇൻഷുറൻസ് ഓംബുഡ്സ്മാന് പരാതി നൽകാൻ ആവശ്യമായ ഫീസ്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി, ഇൻഷുറൻസ് ഓംബുഡ്സ്മാന് പരാതി നൽകാൻ ഫീസുകളൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. അടുത്ത ചോദ്യം 65. മിസ്റ്റർ സുരേഷ് ഒരു ടേം ഇൻഷുറൻസ് പോളിസി എടുത്തു. ഇത് ഡാഷിനുള്ള ഉദാഹരണമാണ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, റിസ്ക് ഒഴിവാക്കലിന്. ഓപ്ഷൻ ബി, റിസ്കിൻ്റെ തോത് കുറക്കുന്നതിന്. ഓപ്ഷൻ സി, റിസ്ക് നിലനിർത്തുന്നതിന്. ഓപ്ഷൻ ഡി, റിസ്ക് കൈമാറ്റം ചെയ്യുന്നതിന്. ഒരു ടേം ഇൻഷുറൻസ് പോളിസി എടുത്തു എന്നുള്ളത് എന്തിനുദാഹരണമാണ്? നോക്കുക, ഓപ്ഷൻ ഡി, റിസ്ക് കൈമാറ്റം ചെയ്യുന്നതിന്. മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് റിസ്ക് കൈമാറ്റം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ്. ഇൻഷുറർ എന്നുള്ള ഇൻഷുറൻസ് കമ്പനിക്ക് തൻ്റെ റിസ്ക് കൈമാറുന്നു. അടുത്ത ചോദ്യം 66. ഓംബുഡ്സ്മാൻ ലഭിച്ച പരാതികളിൽ ഡാഷ് കാലാവധിക്കകം തീർപ്പ് കൽപ്പിക്കണം. ഓപ്ഷൻ എ 15 ദിവസത്തിനുള്ളിൽ. ഓപ്ഷൻ ബി 1 മാസത്തിനുള്ളിൽ. ഓപ്ഷൻ സി 2 മാസത്തിനുള്ളിൽ. ഓപ്ഷൻ ഡി 3 മാസത്തിനുള്ളിൽ. ഓംബുഡ്സ്മാൻ ലഭിച്ച പരാതികളിൽ 1 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, 1 മാസത്തിനുള്ളിൽ. അടുത്ത ചോദ്യം 67. ശ്വാസകോശ അർബുദമുള്ളയാൾക്ക് പുകവലി ശീലവുമുണ്ട്. ഇവിടെ പുകവലി ഡാഷാണ്. ഓപ്ഷൻ എ ഹസാർഡ്. ഓപ്ഷൻ ബി പെരിൽ. ഓപ്ഷൻ സി അനിശ്ചിതത്വം. ഓപ്ഷൻ ഡി റിസ്ക്. ശ്വാസകോശ അർബുദമുള്ളയാൾക്ക് പുകവലി ശീലവുമുണ്ട് എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനി എന്തായിട്ടാണ് എടുക്കുക? നോക്കുക, റിസ്ക് ആയിട്ട് എടുക്കും. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം 68. ഏജൻറ് കമ്മീഷൻ നിരക്ക് കസ്റ്റമറെ അറിയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് 1. ഓപ്ഷൻ എ ബ്രോഷർ. ഓപ്ഷൻ ബി സെയിൽസ് ഇല്ലസ്ട്രേഷൻ്റെ കോപ്പി. ഓപ്ഷൻ സി ഏജൻ്റ് എഴുതിയ പ്രസ്താവന. ഓപ്ഷൻ ഡി വാക്കാൽ പറയുന്നത്. ഏതിലൂടെയാണ് കമ്മീഷൻ നിരക്ക് കസ്റ്റമറെ അറിയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം? നോക്കുക, സെയിൽസ് ഇല്ലസ്ട്രേഷൻ്റെ കോപ്പി. അടുത്ത ചോദ്യം 69. ഒരു ഏജൻ്റ് ലൈസൻസ് മാൾ പ്രാക്ടീസ് കാരണം ജനുവരി 2020 പിൻവലിച്ചു. പുതിയ ലൈസൻസിന് എപ്പോൾ അപേക്ഷിക്കാം അയാൾക്ക്? 2022, 2024, 2025, അതുപോലെ 2017. ഓപ്ഷൻ ശ്രദ്ധിക്കുക, 2025 അയാൾക്ക് വീണ്ടും ലൈസൻസിന് അപേക്ഷിക്കാം. അടുത്ത ചോദ്യം 70. എപ്പോഴാണ് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് 35% കൂടുതൽ ഫസ്റ്റ് ഇയർ കമ്മീഷൻ നൽകാൻ കഴിയുക? ഓപ്ഷൻ എ ഏജൻറ്റ് 5 വർഷത്തിൽ കൂടുതൽ കമ്പനിക്കായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓപ്ഷൻ ബി ഏജൻറ്റ് 10 വർഷത്തിൽ കൂടുതൽ കമ്പനിക്കായി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓപ്ഷൻ സി ഇൻഷുറൻസ് കമ്പനി പ്രവർത്തനം തുടങ്ങി ആദ്യ 10 വർഷത്തിനകമാണെങ്കിൽ. ഓപ്ഷൻ ഡി 1 മാസത്തിൽ 3-ലധികം പോളിസികൾ ഏജൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. എപ്പോഴാണ് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് 35% കൂടുതൽ ഫസ്റ്റ് ഇയർ കമ്മീഷനായിട്ട് നൽകാൻ കഴിയുക? ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് കമ്പനി പ്രവർത്തനം തുടങ്ങി ആദ്യ 10 വർഷത്തിനകമാണെങ്കിൽ 35% കൂടുതൽ കമ്മീഷൻ ഫസ്റ്റ് ഇയർ കമ്മീഷനായിട്ട് നൽകാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 71. ഇൻഷുറൻസ് ഏജൻറ്റ് സുനിൽ അരുണിനൊരു ടേം ഇൻഷുറൻസ് പോളിസിയും ഒരു യൂലി പോളിസിയും കൊടുത്തു. അവിവാഹിതനായ അരുണിന് ആശ്രിതരാരും തന്നെ ഇല്ല. സുനിലിൻ്റെ പ്രവൃത്തി എങ്ങനെ വിശദീകരിക്കാം? ഓപ്ഷൻ എ ഗുണം കുറഞ്ഞ വിൽപ്പന. ഓപ്ഷൻ ബി അണ്ടർ സെല്ലിംഗ് അപര്യാപ്ത വിൽപ്പന. ഓപ്ഷൻ സി ഓവർ സെല്ലിംഗ് അമിത വിൽപ്പന. ഓപ്ഷൻ ഡി ധാർമ്മികതയുള്ള വിൽപ്പന. അരുണിന് ഒരു ടേം ഇൻഷുറൻസ് പോളിസിയും ഒരു യൂലി പോളിസിയും കൊടുത്തു. അരുണാണെങ്കിലോ അവിവാഹിതനുമാണ്, ആശ്രിതരുമില്ല. ഏത് രീതിയിലെടുക്കാം ഈ സെല്ലിങ്ങിനെ? ഓപ്ഷൻ ശ്രദ്ധിക്കുക.
ഓവർ സെല്ലിങ്, അമിത വിൽപ്പന. അത്രയും ആവശ്യമില്ല അയാൾക്ക്, അപ്പോൾ അത്രയും വിൽക്കുക എന്നുള്ളത് ഓവർ സെല്ലിങ് എന്നല്ല, അല്ലെങ്കിൽ അമിത വിൽപ്പന എന്നുള്ള രീതിയിലേക്ക് കാണാം. അടുത്ത ചോദ്യം 72. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അധാർമികത അല്ലാത്തത്? അണ്ടർ സെല്ലിംഗ്, അപര്യാപ്ത വിൽപ്പന; ഓവർ സെല്ലിംഗ്, അമിത വിൽപ്പന; പോളിസിയുടെ എല്ലാ വശങ്ങളും കസ്റ്റമർക്ക് വിശദീകരിച്ചു കൊടുക്കുക; ഓപ്ഷൻ ഡി, നിലവാരം കുറഞ്ഞ വിൽപ്പന. ഏതാണ് അധാർമികത അല്ലാത്തത്? ശ്രദ്ധിക്കുക, അധാർമികത അല്ലാത്തത്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. പോളിസിയുടെ എല്ലാ വശങ്ങളും കസ്റ്റമർക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളത് ധാർമ്മികമാണ്, അധാർമികമല്ല. ബാക്കിയെല്ലാം അധാർമികമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അടുത്ത ഓപ്ഷൻ 73. ഇൻഷുറൻസ് പദ്ധതിയുടെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടും പോളിസി എടുക്കാൻ കസ്റ്റമർ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ ഏജൻറ്റ് എന്ത് ചെയ്യണം? എല്ലാ കാര്യം വിശദീകരിച്ചു. എന്താണ് ഓപ്ഷൻസ് പറയുന്നത്? ഓപ്ഷൻ എ, പോളിസി എടുക്കാൻ കസ്റ്റമറെ നിർബന്ധിക്കണം. പോളിസി എടുക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം തേടണം. വീണ്ടും മറ്റൊരു ദിവസം സംസാരിക്കാൻ തീരുമാനിക്കുക. ഒന്നുകൂടി എല്ലാം വിശദമായിട്ട് പറയുക. ഏത് ഓപ്ഷൻ സ്വീകരിക്കുന്നതാണ് നല്ലത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. വീണ്ടും പോളിസി എടുക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം തേടുക. അടുത്ത ചോദ്യം 74. പോളിസി ഉടമയുടെ പരാതിക്ക് എത്ര ദിവസത്തിനകം ഇൻഷുറൻസ് കമ്പനി മറുപടി നൽകണം? ഒരു പരാതി കൊടുത്താൽ എത്ര ദിവസം വരെ കാത്തിരിക്കണം, അല്ലെങ്കിൽ കാത്തിരിക്കാം പരമാവധി? ഓപ്ഷൻ എ 24 മണിക്കൂർ, ഓപ്ഷൻ ബി 5 days, ഓപ്ഷൻ സി 10 days, ഓപ്ഷൻ ഡി 30 days. എത്ര ദിവസത്തിനകം ഇൻഷുറൻസ് കമ്പനി മറുപടി നൽകണം? ശ്രദ്ധിക്കുക, 10 days, 10 ദിവസത്തിനകം ഇൻഷുറൻസ് കമ്പനി മറുപടി നൽകണം. അല്ലെങ്കിൽ നൽകാത്തതിനുള്ള കാരണമെങ്കിലും ബോധ്യപ്പെടുത്തണം. അടുത്ത ചോദ്യം 75. ഇൻഷുറൻസ് ഏജൻറ്റ് പ്രതിനിധീകരിക്കുന്നത് റീഇൻഷുറൻസ് കമ്പനിയെ, ഓപ്ഷൻ ബി ഇൻഷുറൻസ് കമ്പനിയെ, ഓപ്ഷൻ സി ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ, ഓപ്ഷൻ ഡി IRDA. ആരെയാണ് ഇൻഷുറൻസ് ഏജൻറ്റ് പ്രതിനിധീകരിക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഇൻഷുറൻസ് കമ്പനിയെയാണ് ഇൻഷുറൻസ് ഏജൻറ്റ് പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 76. ഇൻഷുറൻസ് ഏജൻറ്റിന് കൊടുക്കാവുന്ന മാക്സിമം പ്രതിഫലത്തെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ആക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് നിയമത്തിലാണ് മാക്സിമം പ്രതിഫലം എത്ര വരെ കൊടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ IRDA ആക്ട്, ഓപ്ഷൻ ബി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഓപ്ഷൻ സി ഇൻഷുറൻസ് ആക്ട് 1938, ഓപ്ഷൻ ഡി ഇൻകം ടാക്സ് ആക്ട്. ഏതിലാണ് മാക്സിമം പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി ഇൻഷുറൻസ് ആക്ട് 1938 ഒരു ഇൻഷുറൻസിന് കൊടുക്കാവുന്ന മാക്സിമം പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം 77. സാധാരണ വാണിജ്യ കോൺട്രാക്റ്റുകളുടെ അടിസ്ഥാന തത്വമാണ് ഡാഷ്. വാണിജ്യ കോൺട്രാക്റ്റുകളുടെ അടിസ്ഥാന തത്വം. ഓപ്ഷൻ എ കവേ ടെംപ്റ്റർ, ബയർ ബിവെയർ. ഓപ്ഷൻ ബി ഉത്തമ വിശ്വാസത്തിൻ്റെ സിദ്ധാന്തം, അല്ലെങ്കിൽ ഏറ്റവും മികച്ച വിശ്വാസ സിദ്ധാന്തം. ഓപ്ഷൻ സി കൺസെൻസസ് ആഡ് എഡിയം. ഓപ്ഷൻ ഡി ഒന്നും ശരിയല്ല. സാധാരണ വാണിജ്യ കോൺട്രാക്റ്റുകളുടെ അടിസ്ഥാന തത്വം ഏതാണ്? ഉത്തരം ശ്രദ്ധിക്കുക. കവേ ടെംപ്റ്റർ, ബയർ ബിവെയർ. വാങ്ങുന്നയാൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. കവേ ടെംപ്റ്റർ അല്ലെങ്കിൽ ബയർ ബിവെയർ. അടുത്ത ചോദ്യം 78. ലൈഫ് ഇൻഷുറൻസിൽ ഉപാധിക കാരണ സിദ്ധാന്തം പ്രയോഗിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ മരണകാരണം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട്, ഓപ്ഷൻ ബി ലൈഫ് ഇൻഷുറൻസിൽ മരണകാരണം പരിഗണിക്കപ്പെടുന്നില്ല, ഓപ്ഷൻ സി എല്ലാ മരണത്തിനും കാരണങ്ങളുള്ളതുകൊണ്ട്, ഓപ്ഷൻ ഡി മരണം ഇൻഷൂർ ചെയ്തിരിക്കുന്നത് കൊണ്ട്. ലൈഫ് ഇൻഷുറൻസിൽ ഉപാധിക കാരണ സിദ്ധാന്തം പ്രയോഗിക്കുന്നില്ല, എന്താണ് കാരണം എന്നാണ് ചോദിക്കുന്നത്. നോക്കുക, ലൈഫ് ഇൻഷുറൻസിൽ മരണകാരണം പരിഗണിക്കപ്പെടുന്നില്ല. എങ്ങനെ മരിച്ചു എന്നുള്ളത് ഡെത്ത് ക്ലെയിം കൊടുക്കുന്നതിന് പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയമേ അല്ല. മരിച്ചു എന്നുള്ളത് മാത്രമേ ഡെത്ത് ക്ലെയിമിന്, മരിച്ചാൽ ഡെത്ത് ക്ലെയിമിന് അർഹത നേടുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അടുത്ത ചോദ്യം 79. പോളിസി ലഭിച്ച് 15 ദിവസങ്ങൾക്കകം റദ്ദാക്കാൻ കഴിയുമെന്ന വ്യവസ്ഥയാണ് ഡാഷ്.
ഫ്രീ കവർ പീരീഡ്, ബി ഫ്രീ ലുക്ക് പീരീഡ്, സി പോളിസി ടേം, ഡി ലോക്ക് ഇൻ പീരീഡ്. ഒരു പോളിസി ലഭിച്ച് 15 ദിവസത്തിനകം റദ്ദാക്കാൻ കഴിയും പോളിസി ഉടമയ്ക്ക്. വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാം. ആ വ്യവസ്ഥ എന്താണ്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഫ്രീ ലുക്ക് പീരീഡ്. 15 ദിവസത്തെ ഫ്രീ ലുക്ക് പീരീഡ് ഉണ്ട് ഓരോ പോളിസിക്കും. അതിനകത്ത് ആവശ്യമില്ലെന്ന് തോന്നിയാൽ വേണമെങ്കിൽ പോളിസി തിരിച്ചു കൊടുക്കാം. അടുത്ത ചോദ്യം 80. താഴെ പറയുന്നതിൽ ബിസിനസ് അധാർമികത ഏത്? സ്വന്തം ലാഭം പരിഗണിക്കാതിരിക്കുന്നത്, ഓപ്ഷൻ ബി ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, ഓപ്ഷൻ സി ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങളെക്കാൾ സ്വന്തം ലാഭത്തിന് പ്രാധാന്യം നൽകുന്നത്, ഓപ്ഷൻ ഡി സ്വന്തം ലാഭത്തിനേക്കാൾ ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഏതാണ് ബിസിനസ് അധാർമികത? ശരി ഉത്തരം നോക്കുക. ഓപ്ഷൻ സി ഉപഭോക്താവിൻ്റെ താൽപ്പര്യങ്ങളെക്കാൾ സ്വന്തം ലാഭത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ബിസിനസ് അധാർമികത, അൺഎത്തിക്കൽ പ്രാക്ടീസ്. അടുത്ത ചോദ്യം 81. നാഷണൽ കമ്മീഷന് തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന പരാതിയുടെ പരമാവധി മൂല്യം എന്താണ് അല്ലെങ്കിൽ ഡേഷാണ്? 1 കോടിക്ക് മുകളിൽ, ബി 1 കോടി വരെ, സി 20 ലക്ഷം വരെ, ഡി പരിധിയില്ല. നാഷണൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഫോറത്തിൽ വരുന്ന, നാഷണൽ ലെവലിൽ വരുന്ന ഫോറം നാഷണൽ കമ്മീഷൻ. ഉത്തരം ശ്രദ്ധിക്കുക. 1 കോടിക്ക് മുകളിലുള്ള പരാതികളാണ് നാഷണൽ കമ്മീഷൻ പരിഗണിക്കുക. 1 കോടിക്ക് താഴെ, അത് 20 ലക്ഷത്തിന് മുകളിൽ 1 കോടി വരെ സ്റ്റേറ്റ് ഫോറം, 20 ലക്ഷം വരെ ഡിസ്ട്രിക്ട് ഫോറം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. 82. താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഉപഭോക്തൃ ഫോറത്തിൽ പരാതി ഫയൽ ചെയ്യാൻ അഭിഭാഷകൻ്റെ ആവശ്യമില്ല. പരാതിക്കാരൻ ഓംബുഡ്സ്മാനെ സമീപിക്കുന്നതിന് മുമ്പ് ഉപഭോക്തൃ ഫോറത്തിൽ പരാതി ഫയൽ ചെയ്യണം. ഓപ്ഷൻ സി കസ്റ്റമർ ചോദിക്കുന്ന പക്ഷം ഏജന്റ് കമ്മീഷൻ നിരക്കുകൾ വെളിപ്പെടുത്തണം. ഓപ്ഷൻ ഡി ഉപഭോക്താവിൻ്റെയും ഇൻഷുററുടെയും ഇടയിലെ ഒരു മധ്യസ്ഥൻ അല്ലെങ്കിൽ കൗൺസിലറാണ് ഓംബുഡ്സ്മാൻ. ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്ത പ്രസ്താവന നോക്കുക. പരാതിക്കാരൻ ഓംബുഡ്സ്മാനെ സമീപിക്കുന്നതിന് മുമ്പ് ഉപഭോക്തൃ ഫോറത്തിൽ പരാതി ഫയൽ ചെയ്യണം. അങ്ങനെ ഒരു നിബന്ധന ഇല്ല. അടുത്ത ചോദ്യം 83. ഇൻഷുറൻസ് ഏജൻ്റായി പ്രവർത്തിക്കുന്നതിന് ലൈസൻസ് കൊടുക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കൗൺസിൽ, ഓപ്ഷൻ ബി IRDA, ഓപ്ഷൻ സി ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ഡി ഇന്ത്യ ഗവൺമെൻറ്. ആരാണ് ലൈസൻസ് കൊടുക്കുന്നത്? ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം, IRDA. അടുത്ത ചോദ്യം 84. ഉത്തമ വിശ്വാസത്തിൻ്റെ സിദ്ധാന്തം ലംഘിക്കപ്പെടുന്ന അവസ്ഥകളാണ് ഓപ്ഷൻ എ വസ്തുനിഷ്ഠമായവ വെളിപ്പെടുത്താതിരിക്കുക, ഓപ്ഷൻ ബി തെറ്റായ വസ്തുക്കൾ നൽകുക, ഓപ്ഷൻ സി എയും ബിയും രണ്ടും ശരിയാണെന്ന് പറയുന്നു, ഓപ്ഷൻ ഡി അറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക. ഉത്തമ വിശ്വാസത്തിൻ്റെ സിദ്ധാന്തം ലംഘിക്കപ്പെടുന്ന അവസ്ഥകളാണ് 2 അവസ്ഥകളും, എയും ബിയും. വസ്തുനിഷ്ഠമായവ വെളിപ്പെടുത്താതിരിക്കലും തെറ്റായ വസ്തുക്കൾ നൽകലും രണ്ടും ഉത്തമ വിശ്വാസ സിദ്ധാന്തം ലംഘിക്കപ്പെടുന്ന അവസ്ഥകളാണ്. കറക്റ്റ് ഓപ്ഷൻ സി എയും ബിയും. ക്വസ്റ്റ്യൻ നമ്പർ 85. ആനന്ദിനെ പ്രമേഹം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് പോളിസി ലഭിച്ച ശേഷമാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആനന്ദ് പ്രസ്തുത കാര്യം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. ഓപ്ഷൻ ബി ഇതൊരു വസ്തുനിഷ്ഠമായ കാര്യമല്ല. ഓപ്ഷൻ സി പോളിസി ഇഷ്യൂ ചെയ്ത ശേഷം തുടർന്നുണ്ടാകുന്ന വസ്തുനിഷ്ഠമായ കാര്യം വെളിപ്പെടുത്തേണ്ടതില്ല. ഓപ്ഷൻ ഡി കമ്പനിയെ അറിയിക്കാത്ത പക്ഷം ഇത് ഉത്തമ വിശ്വാസത്തിൻ്റെ ലംഘനമാകും. പ്രമേഹം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് പോളിസി ലഭിച്ച ശേഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. പോളിസി ഇഷ്യൂ ചെയ്ത ശേഷം തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ അത് വസ്തുനിഷ്ഠമായവ ആയാലും പിന്നീട് വെളിപ്പെടുത്തേണ്ടതോ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടതോ ആയ ബാധ്യത ഇൻഷുവേർഡിന് അല്ലെങ്കിൽ പോളിസി ഉടമയ്ക്കില്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, സോ IC 38 സെക്ഷൻ 2, സെക്ഷൻ 3 എന്നിവയുടെ പ്രാക്ടീസിന് IC 38 എക്സാം വിന്നർ വീഡിയോ സീരീസ് 2ഉം വീഡിയോ സീരീസ് 3യും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം.
Thanks for watching and all the very best for your exams. Thank you so much.